BKS ചിൽഡ്രൻസ് ക്ലബ് പൂയത് ക്രിയേഷൻസിൻ്റെ സഹകരണത്തോടെ അവതരിപ്പിക്കുന്ന ബൊമ്മനഹള്ളിയിലെ കിന്നരയോഗി എന്ന ഈ നാടകം കാണാനെത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇല്ല, നാടകം നടക്കും, നടക്കണം. അതെങ്ങനെ? തുങ്കാ നദിയിൽ വെള്ളമില്ലെന്നല്ലേ? ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇപ്പോഴത്തെ കഥയല്ല. അപ്പം നമ്മുടെ നാടകം നടക്കും. എങ്കിൽ നാടകം തുടങ്ങാം. ഞാൻ ബൊമ്മനഹള്ളിയിലെ ഗൗഡ. ഇദ്ദേഹം ബൊമ്മനഹള്ളിയിലെ എലിയെ കൊല്ലാൻ വേണ്ടത് ബുദ്ധിയാണ്, കൂർമ്മ ബുദ്ധി. വളരെ നല്ലൊരു പ്രമേയവുമായാണ് ജിക്കുച്ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കുട്ടികൾ ഈ നാടകവുമായി വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. മുൻപും സമാജത്തിൻ്റെ നിരവധി കലാപ്രവർത്തനങ്ങളിൽ സഹകരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കുട്ടികളുടെ ഈ നാടകത്തിൻ്റെ നിർമ്മാണ പങ്കാളിയാവാൻ ഞാൻ ആഗ്രഹിച്ചത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സംവിധായകനായ നമ്മുടെ പ്രിയപ്പെട്ട ജിക്കു ചേട്ടനും പൂയത് ക്രിയേഷൻസിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി മുതൽ ഇത് എലി ഗൗഡയുടെ തലപ്പാവ്. വീടിനകത്ത്, പാടത്ത്, പത്തായത്ത്, അടുക്കളയിൽ, പൂജാമുറിയിൽ എല്ലായിടത്തും ഭക്ഷണമുണ്ട്. അപ്പം നമ്മൾ ഉപവസിക്കേണ്ട കാര്യം നമുക്ക് ഒരു സർക്കാർ ഉണ്ടാക്കണം. ഒരു സമാന്തര സർക്കാർ. BKS ചിൽഡ്രൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പൂയത് ക്രിയേഷൻസിൻ്റെ സഹകരണത്തോടെ അവതരിപ്പിക്കുന്ന മലയാള നാടകമാണ് ബൊമ്മനഹള്ളിയിലെ കിന്നരയോഗി. സർ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ദ പൈറ്റ് പൈപ്പർ ഓഫ് ഹാമിൽ എന്ന ഇംഗ്ലീഷ് കവിതയെ ആസ്പദമാക്കി മലയാളത്തിലെ വളരെ പ്രശസ്തനായ കുട്ടികളുടെ നാടക പ്രസ്ഥാനവുമായി സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ ചന്ദ്രദാസൻ എഴുതിയ മലയാള നാടകമാണ് ബൊമ്മനഹള്ളിയിലെ കിന്നരയോഗി. 60ഓളം കുട്ടികൾ അവരുടെ കുസൃതിയും ആട്ടവും പാട്ടും ഒക്കെയായി അരങ്ങിലെത്തുന്നു. ഇത് കുട്ടികൾ അഭിനയിക്കുന്ന നാടകമാണെങ്കിലും മുതിർന്നവർക്കും ഇതിൽ നിന്നും പല കാര്യങ്ങളും ആസ്വദിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഘടകങ്ങളുണ്ടാകും. എല്ലാവരും വന്ന് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കും. പ്രശസ്ത ഇംഗ്ലീഷ് കവി സർ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ദ പൈഡ് പൈപ്പർ ഓഫ് ഹാംലിൻ എന്ന കവിതയെ അവലംബിച്ച് പ്രശസ്ത പ്രൊഫസർ ചന്ദ്രദാസ് എഴുതിയ ബൊമ്മനഹള്ളിയിലെ കിന്നരയോഗി എന്ന ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അങ്കിൾ ജിക്കു ചാക്കോയാണ്. സമാജത്തിലെ 60-ൽ പരം കൂട്ടുകാർ അഭിനയിക്കുന്ന ഈ നാടകത്തിന് ആശംസകൾ നൽകുവാൻ വേണ്ടി നമ്മുടെ ആദരണീയനായ സമാജം പ്രസിഡന്റ് ശ്രീ PV രാധാകൃഷ്ണൻ പിള്ള, വൈസ് പ്രസിഡന്റ് ശ്രീ VK പവിത്രൻ അങ്കിൾ, ജനറൽ സെക്രട്ടറി ശ്രീ ആഷ്ലി ജോർജ്, ഈ നാടകത്തിൻ്റെ മുഖ്യ പ്രായോജകനായ ശ്രീ സേതു മാധവൻ അങ്കിൾ എന്നിവരോട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാടകത്തിൻ്റെ പ്രിയ സംവിധായകൻ ജിക്കു അങ്കിൾ, ഈ നാടകത്തിൻ്റെ കോർഡിനേറ്റർ പ്രകാശ് ബാബു എന്നിവരോടും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഔപചാരികമായി സ്വാഗതം ആശംസിക്കുവാൻ ജനറൽ സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സമാജം പ്രസിഡന്റ് ശ്രീ PV രാധാകൃഷ്ണനുള്ള, വൈസ് പ്രസിഡന്റ് ശ്രീ VK പവിത്രൻ, ഇന്നത്തെ ഈ പരിപാടിയുടെ മെയിൻ സ്പോൺസറായ പൂയത് ക്രിയേഷൻസിൻ്റെ ശ്രീ സേതു മാധവൻ, ശ്രീ ജിക്കു ചാക്കോ, ശ്രീ പ്രകാശ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, BKS ചിൽഡ്രൻസ് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീ ജിക്കു ചാക്കോ സംവിധാനം ചെയ്യുന്ന ബൊമ്മനഹള്ളിയിലെ കിന്നരയോഗി എന്നീ നാടകം ആസ്വദിക്കാനെത്തിയ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 7-നും 17-നും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള 60ഓളം കുട്ടികൾ ആണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസമായി ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. ഈ 3-4 മാസമായി ഇത്രയധികം കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഇന്നിവിടെ ഈ നാടകം അവതരിപ്പിക്കുവാൻ
വളരെയധികം പ്രയത്നിച്ച ശ്രീ ജിക്കു ചാക്കോയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ നാടകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ നാടകത്തിൽ അഭിനയിക്കുന്ന എല്ലാ കുട്ടികളുടെ മാതാപിതാക്കളോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ നാടകം ഇന്നിവിടെ സാധ്യമായത് പൂയത്ത് ക്രിയേഷൻസ് ശ്രീ സേതുമാധവൻ്റെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ്. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹത്തെ ഞാൻ ഈ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആശംസകൾ നേരുവാനായി BKS പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ VK പവിത്രൻ, ജനറൽ സെക്രട്ടറി ശ്രീ ആഷ്ലി ജോർജ്, ഈ നാടകത്തിൻ്റെ സംവിധായകൻ ശ്രീ ജിക്കു, ഇതിൻ്റെ മുഖ്യ പ്രായോജകൻ ശ്രീ സേതുമാധവൻ, ഇതിൻ്റെ സംഘാടകനായ പ്രകാശ് ബാബു, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിനാണ് നാം ഇന്ന് സാക്ഷിയാകാൻ പോകുന്നത്. പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ മുതിർന്ന ആളുകൾ വിസ്മരിക്കാറാണ് പതിവ്. സാധാരണഗതിയിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം, പഠിത്ത കാര്യങ്ങളിൽ മാത്രം മുതിർന്നവർ ശ്രദ്ധിക്കുക, അവരുടെ ബാക്കിയുള്ള വ്യക്തിവികാസത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, വിശേഷ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. അത് കുട്ടികളുടെ സാഹിത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ ശരിയാണ് തന്നെ. കാരണം മലയാള ഭാഷയെ സംബന്ധിച്ച് നമുക്ക് വളരെ പിന്നോക്കം നിൽക്കുന്നത് ബാലസാഹിത്യമാണ്. അതോടെ നാടക പ്രവർത്തനങ്ങളും വളരെ കുറവാണ്. ഞാനിപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കൊച്ചുനാരായണ പ്രസാദം ഞാൻ ഓർത്തുപോവുകയാണ്. കുട്ടികളുടെ നാടകവേദി രംഗപ്രഭാത വെഞ്ഞാറമൂടിലെ കേരളത്തിലാകെയുള്ള ഏക ചിൽഡ്രൻസ് തിയേറ്റർ അതാണ്. വെഞ്ഞാറമൂട് ഭാഗത്തുള്ള ആളുകൾക്കറിയാം. അദ്ദേഹം വെഞ്ഞാറമൂട് ഉണ്ടാക്കിയിരിക്കുന്ന കുട്ടികളുടെ തിയേറ്റർ ഒരു ഗ്രാമത്തിലെ കുട്ടികളെ മുഴുവൻ നാടകത്തിലേക്ക് ആകർഷിച്ച കൊച്ചുനാരായണ സാറിനെയാണ് സത്യത്തിൽ ജിക്കുവിനെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത്. കഴിഞ്ഞ തവണ അവിടെ പോയിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കൊച്ചുനാരായണ സാറിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ശ്രീ ജിക്കു ചാക്കോ. എനിക്ക് ജിക്കുവിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഞങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് നാടക പ്രവർത്തകരുണ്ട്. അനുഗ്രഹീതനായ ഒരു നടനാണ് ജിക്കു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ കുട്ടികളുടെ കാര്യങ്ങൾക്കായി ഇത്രയും സമയം, ഇത്രയും പിന്നെ സഹിഷ്ണുതയോടെ, എത്ര നാളായി അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്രയും സഹിഷ്ണുതയോടെ അതിന് സമയം കണ്ടെത്തുവാൻ കഴിഞ്ഞ ഈ മഹാപ്രതിഭയെ ഞാൻ നിങ്ങളുടെയൊക്കെ പേരിൽ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. കുട്ടികളുടെ ഈ ചെറിയ പ്രായത്തിൽ അവരിലേക്ക് കലയുടെ അംശം പകർന്നു നൽകുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. ഇത് ഈ കുട്ടികളെ അവരുടെ ജീവിതത്തിൽ കലയുടെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, അവരുടെ വ്യക്തിത്വത്തെ വളർത്തുന്ന തരത്തിലുള്ള ഒരു വലിയ കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, നമുക്കാരും ക്വാണ്ടിഫൈ ചെയ്യാവുന്നൊരു കാര്യമല്ല ഇത്. പക്ഷേ എനിക്കറിയാം, നിങ്ങൾ അറിയണം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടികളെ അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആക്കുന്നത് എന്നുള്ളത് ഓരോ രക്ഷകർത്താവും അറിയണം എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ കുട്ടികളിൽ നിന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ മുതിർന്നവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. ഈ സമാജം അടച്ചുപൂട്ടാൻ വേണ്ടി കേസ് കൊടുത്ത ആളുകളുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ ആ കേസ് കൊടുത്ത ആളുടെ മക്കൾ പോലും ഈ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ കുട്ടികളിൽ നിന്നും ആ രക്ഷകർത്താവ് പഠിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞ 2 മാസം മുമ്പ് അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോയ ആളുകൾ ഇവിടെ അതിൻ്റെ ശിങ്കിടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ ചിരിക്കുന്നുണ്ട്, എനിക്ക് കാണാം. പക്ഷേ അവർ മനസ്സിലാക്കണം, ഇത്ര വലിയ ഒരു സാംസ്കാരികമായ കൂട്ടായ്മയ്ക്ക് ഈ കുട്ടികൾ നൽകുന്ന പാഠം നിങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം എന്ന് ഞാൻ വിനീതമായി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ചിലരുടെ മുഖം കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാണ്, പിന്നെ പറയാൻ ഉദ്ദേശിച്ചില്ല. എങ്കിലും കുട്ടികൾ നൽകുന്ന പാഠം തിരിച്ചാണ് സാറിന് സംഭവിക്കേണ്ടത്. പക്ഷേ കുട്ടികൾ നൽകുന്ന പാഠം നമ്മൾ മുതിർന്നവർ പഠിക്കേണ്ടതാണ്. പിന്നെ ഈ നാടകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഇത് വളരെ വിശ്വവിഖ്യാതമായ ഒരു ഫെയറി ടെയിലാണ്. ബ്രൗണിങ്ങിൻ്റെ കവിതയ്ക്ക് മാത്രമല്ല, പൈറ്റ് പൈപ്പർ ഓഫ് ഹാംലിൻ എന്ന് പറയുന്നത് പിന്നെ ഇത് വളരെ വിഖ്യാതമായ ഒരു ഫെയറി ടെയിലാണ്. ഒരു നഗരത്തെ എലിശല്യത്തിൽ നിന്നും പിന്നെ രക്ഷിക്കാനായി വരുന്ന മാന്ത്രികൻ അവിടെ കാണിക്കുന്ന, അതിനെക്കുറിച്ച് പല വേർഷൻസ് ഉള്ളത്. അപ്പോൾ അതിൽ വളരെ പ്രസിദ്ധമായ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു വലിയ കാര്യമാണ്, വലിയൊരു കഥയാണത്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ അതിൻ്റെ ഒരു ഏതുള്ള വേർഷനാണെന്ന് എനിക്കറിയില്ല.
പിന്നെ കന്നഡയിൽ എഴുതിയ ഒരു നാടകത്തിൻ്റെ മലയാളം വേർഷനാണ്. 60-ൽ പരം കുട്ടികളാണ് പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം ഈ കുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഇത്രയും പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു വലിയ ടീം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവരെ അവരെ പിന്നെ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സംഘാടനം പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം കുറേ ദിവസമായിട്ട് പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ അഭിനന്ദിക്കുന്നു. അതുപോലെ VK പവിത്രൻ ആണ് ഈ സമാജത്തിൻ്റെ കുട്ടികളുടെ വിഭാഗത്തിൻ്റെ പിന്നെ ചുമതല നിർവഹിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ എഫക്റ്റീവായി ഈ വർഷം കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വളരെ പിന്നെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകാൻ പവിത്രന് കഴിഞ്ഞുകൊണ്ട് പവിത്രനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതെല്ലാം ഉപരി സേതു എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം, സമാജത്തിൽ ഏറ്റവും സീനിയറുമായ 38 വർഷക്കാലമായി ബഹറിലുള്ള ആളാണ്. കണ്ടാൽ തോന്നുന്നില്ലെങ്കിൽ തന്നെ 38 വർഷക്കാലമായി പിന്നെ സേതു ഇവിടെയുണ്ട്. വളരെ സജീവമായ, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള വളരെ പിന്നെ സജീവമായി സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടപെടുന്ന ആളാണ് അദ്ദേഹം. ഒരുപാട് സാമ്പത്തികമായി ചെലവഴിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടപെടുന്ന ആളാണ് അദ്ദേഹം. 2ാമത്തെ ഫിലിം ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, പുതിയ ഒരു ഫീച്ചർ ഫിലിം ഈ അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെടുക. അതിനുവേണ്ടി ഞാൻ അറിയിക്കുന്നുണ്ട്. 50 ലക്ഷം രൂപയുടെ ബഡ്ജറ്റുമായിട്ടാണ് സേതു ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയും അദ്ദേഹം വളരെ പ്രതീക്ഷകളോടെയാണ്. നെടുമുടി വേണിയാണ് നായകൻ. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ബഹറിൽ തന്നെ 50 കലാകാരന്മാരെ അദ്ദേഹം ഉപയോഗിക്കാൻ പിന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കലാകാരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകളുടെ സേതുവിനെ കാണുക, വേണ്ട വിധത്തിൽ കാണുക. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ കലയോടുള്ള താല്പര്യം, സാംസ്കാരിക പ്രവർത്തനമുള്ള താല്പര്യം പിന്നെ മാതൃകാപരമാണ്. ഇന്നത്തെ ഈ പിന്നെ നാടകം സ്പോൺസർ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. സേതുവിന് ഒരു പ്രത്യേക അഭിനന്ദനം ബഹ്റിൻ സമാജത്തിൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. ഇത് അഭയിക്കുന്ന ഓരോ കുട്ടിക്കും, ഇതിനെ ഭരിക്കുന്ന ഓരോ കുട്ടിക്കും ഞാൻ അനുമോദനം അർപ്പിക്കുന്നു. ഇതിവിടെ രക്ഷകർത്താക്കൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇതിവിടെ നിർത്തരുത്. നിങ്ങൾ ദയവായി ഈ കുട്ടികളുടെ ഈ സ്പാർക്ക് പിന്നെ തുറന്നു കൊണ്ടുപോകാൻ നിങ്ങൾ അതിൻ്റെ സാഹചര്യം എടുക്കണം. നിങ്ങൾ തന്നെ മുന്നോട്ട് വരണം. ഇത് വർഷത്തിൽ ഒരു നാടകമെങ്കിലും, മിനിമം ഒരു നാടകമെങ്കിലും കുട്ടികളിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം. നിങ്ങൾ മുന്നോട്ട് വന്നാൽ എന്തായാലും ബഹ്റിൻ സമാജം അതിനോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാ വർഷവും പഠിത്തത്തോടൊപ്പം തന്നെ, ഞാൻ പലപ്പോഴും ഒരിക്കൽ കൂടി പറയുന്നു, പഠിത്തത്തോടൊപ്പം തന്നെ ഈദൃശമായ കലാപ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുവാൻ കുട്ടികൾക്ക് സാഹചര്യം ഉണ്ടായി കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ നേർന്ന് 2 വാക്ക് സംസാരിക്കുവാൻ BKS വൈസ് പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 4 മാസമായി ഇതിൻ്റെ പിന്നിൽ രാത്രിയും പകലും അധ്വാനിക്കുന്ന ശ്രീ ജിക്കു ചാക്കോയോടുള്ള അഭിനന്ദനം ആദ്യമായി അർപ്പിക്കുന്നു. ഇത് കൂടാതെ ഈ 60-ൽ പരം കുട്ടികളെ കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞ പക്ഷം 3 മാസമായി കൃത്യമായ സമയങ്ങളിൽ ഇവിടെ എത്തിക്കുകയും അവരെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന പേരൻസിനാണ് അടുത്തതായി ഏറ്റവും പ്രധാനമായ അഭിനന്ദനം അർപ്പിക്കേണ്ടത്. അപ്പോൾ അവരോടും ഉള്ള അഭിനന്ദനം അർപ്പിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നു. പിന്നീട് ഈ നാടകത്തിൻ്റെ ഏത് നാടകവും എന്ത് കലാപരിപാടിയും വിജയിക്കണമെങ്കിൽ അതിനൊരു സ്പോൺസർ വേണം. അതിന് മുന്നോട്ട് വന്ന ശ്രീ സേതുമാധവനോടും ഈ നാടകത്തിൽ അഭിനയിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ നാടകത്തിൻ്റെ പിന്നിൽ പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച സംഘാടക സമിതിയോടും ഉള്ള അഭിനന്ദനം സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം നിലയിലും രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പിന്നെ ഈ നാടകം വിജയിപ്പിക്കാൻ വേണ്ടി ഇന്നിവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ സേതുമാധവൻ അങ്കിളിനോട് 2 വാക്ക് സംസാരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. സ്നേഹമുള്ള കലാസാധകരെ, ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. കാരണം ഇതിനു മുമ്പും നിരവധി പരിപാടികളിൽ ഈ സമാജത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ പങ്കെടുക്കുന്ന ഈ കലാപരിപാടികളിൽ എനിക്ക് ഇവരോടൊപ്പം പങ്കുചേരാൻ ഒരവസരമുണ്ടായത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, അവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാ മാതാപിതാക്കൾക്കും, ഇതിൻ്റെ സംവിധായകനായ ജിക്കു ചാക്കോവിനും പൂയതസ് ക്രിയേഷൻസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഇതോടുകൂടി ഞാൻ നൽകുന്നു. നന്ദി. അടുത്തതായി ജിക്കു അങ്കിൾ നമുക്ക് 2 വാക്ക് സംസാരിക്കും. വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. നാടകം ആസ്വദിക്കേണ്ടതാണ്, ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. നാടകം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു.
ആകെ വരണ്ടുണങ്ങി കിടക്കുകയാ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ശരിയാ, മൊത്തം മണ്ണ് മാത്രം. അപ്പോ നമ്മുടെ നാടകം നടക്കില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇല്ല, നാടകം നടക്കും, നടക്കണം. അതെങ്ങനെ? തുങ്കാ നദിയിൽ വെള്ളമില്ലെന്നല്ലേ? അതിനിതേ ഇപ്പോഴത്തെ കഥയല്ല. ഈ കഥ നടക്കുന്നത് പണ്ട് 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 വളരെ പണ്ടായിരുന്നു. അന്ന് തുങ്കാ നദിയിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാടകം നടക്കും. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഗൗഡായിരുന്നു, ഗൗഡ. ഞാൻ ബൊമ്മനഹള്ളിയിലെ ഗൗഡ. ഇദ്ദേഹം ബൊമ്മനഹള്ളിയിലെ ഞാൻ പറഞ്ഞോളാം. ഇതാ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. പ്രഖ്യാപനം. എല്ലാവരും നികുതി മുഴുവൻ സമയത്ത് തന്നെ അടച്ചിരിക്കണം. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വിട്ടുവീഴ്ചയുമില്ല. അതന്നെ. വീണ്ടും നികുതിയോ? മഴയില്ല, വെള്ളമില്ല, വിളവില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ആകെ എലിശല്യം, എലികൾ, സർവത്ര എലികൾ. വാതാഗീതൊന്നും വേണ്ട. സമയത്ത് കരമടച്ചില്ലെങ്കിൽ ഞാൻ അഴിച്ചുവിടാൻ പോകുന്നതേ ദേ പൂച്ചക്കുഞ്ഞിനെ അല്ല, പകരം ഈ നായ ഉണ്ടല്ലോ, അവനെ ഞാൻ അഴിച്ചുവിടും. അവൻ വന്ന് നിങ്ങളെ കടിച്ചു. വേണ്ടടാ, ഇപ്പോൾ വേണ്ട. എല്ലാവരും സൂക്ഷിച്ചിരുന്നോ. ഇനി എല്ലാവർക്കും പോവാം. പോയിക്കോ.
പറയുന്നത് അത്രയൊന്നും വരില്ല. വായൊന്നും അടക്കണ്ടേ, എപ്പോഴും കലപില കലപില. ദാണ്ടെ ആ നുള്ളിച്ചി ഗൗരിയമ്മ വരുന്നുണ്ട് കേട്ടോ. ഒരു മഴ പെയ്തിട്ട് എത്ര നാളായി, എന്തൊരു ചൂടാണപ്പാ. എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ അറിഞ്ഞ ആ മീനാക്ഷിയുടെ മകളില്ലേ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ കെട്ടിച്ചു വിട്ട? അവള് തന്നെ. ആ പെങ്കൊച്ചില്ലേ കയറും പൊട്ടിച്ചിങ്ങ് പോന്നേ. ഞാൻ പോണെയാണ്, അടുപ്പത്ത് പാലിരുന്ന് തിളക്കണേ. സാരമില്ല ലക്ഷ്മിയപ്പാ, ഇങ്ങോട്ട് കുത്തിയിരി. എന്നിട്ട് ആ പെങ്കുച്ചി എന്തിനാ തിരിച്ചു പോന്നേ? പിന്നെ കല്യാണ വാക്കാക്കി എങ്കേമായിട്ട് നടത്തി, പന്തല് പോലും പൊളിച്ചിട്ടില്ല. അതിനു മുമ്പ് പെണ്ണിങ് പോന്നേ. നുണയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവള് പതിവ് പോലെ കഥയുണ്ടാക്കിയ നാക്ക് വളച്ച് ഇവള് കളവേ പറയത്തുള്ളൂ. കളവ പറയുന്നത് നീയാടി. ആഹാ, അത്രയ്ക്കാടി നീ. ശാപ്പാട് ഇത്തിരി കൂടിപ്പോയോന്നൊരു സംശയം. കുറഞ്ഞു പോയോന്നാ എന്റെ സംശയം. കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടില്ല. കിടന്നുറങ്ങാൻ നോക്ക, രാവിലെ പൂജ ഉള്ളതാ. പഠിക്കാൻ പോകുന്നത് എലികളെ കുറിച്ചാണ്. എലികൾ കാഴ്ചയിൽ ചെറിയ ജീവികളാണ്, എന്നാൽ അവയുണ്ടാക്കുന്ന ശല്യമോ വളരെ വലുതാവുന്നു. എലികൾക്ക് 2 ചെറിയ കണ്ണുകളും 4 കാലുകളും വായിൽ നിറച്ച് പല്ലുകളുമുണ്ട്. ഈ ചെറിയ കണ്ണുകൾ കൊണ്ട് അവ കാണാത്ത കാഴ്ചകളില്ല. ഇക്കിരി പോലുള്ള 4 കാലുകൊണ്ട് അവ എങ്ങും ഓടിക്കയറും. മൂർച്ചയുള്ള പല്ലുകൊണ്ട് അവ എന്നും കാർന്നു തിന്നും. മാറ്റം, നീ കുളിച്ചിട്ടില്ല? പനിയാണ് സർ. എലികളും കുളിക്കാറില്ല. വലിയ മാറ്റമാണ് അവയ്ക്കും. അവ വളരെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. കേട്ടിട്ടില്ലേ? എലിപ്പനി, എലിച്ചുമ, എലിക്കുമ്മൽ. അവറ്റ എല്ലായിടത്തും എത്തും. പണ്ടൊക്കെ എലികളെ കൊല്ലാൻ പൂച്ചയെ വളർത്തിയാൽ മതിയായിരുന്നു. എന്നാൽ ഇന്നോ എലികൾ പൂച്ചകളെയാണ് കൊല്ലുന്നത്. എലികൾ
എല്ലാവരെയും കൊല്ലും. അവൻ എല്ലായിടത്തും എത്തും. നിങ്ങളെയും കൊല്ലും. ഇവിടെയും വരും. അയ്യോ, 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 അയ്യോ. പാട്ടും പാടിയിരിക്കുക. ഈ നാടിനോട് പൗരബോധം വേണം, ഉത്തരവാദിത്ത ബോധം വേണം. എന്നെ കണ്ടുപിടിക്കും. ഞാൻ ഈ വലിയ വടി കൊണ്ട് എലികളെ തച്ചു കൊല്ലും. അയ്യോ, 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 തിമ്മൻ പറഞ്ഞത് നേരാ. എങ്ങനെയെങ്കിലും ഈ നശിച്ച എലികളെ കൊല്ലണം, അല്ലാതെ രക്ഷയില്ല. അതിനൊരു മാർഗം കണ്ടുപിടിക്കുക. നമുക്ക് എലിവിഷം വെച്ചാലോ? അത് കൊള്ളാം, നല്ല വിദ്യ. ശരിയാ, എലികൾക്ക് ഈ മധുര പലഹാരങ്ങൾ വളരെ ഇഷ്ടമാണ്. മൈസൂർ പാക്ക്, ലഡ്ഡു, ജിലേബി എന്നിവയൊക്കെ കടുത്ത വിഷം പുരട്ടി വീടിനകത്തൊക്കെ വെക്കണം. ഒറ്റ നോട്ടത്തിൽ കാണാൻ പാകത്തിന് തുറന്നു വെക്കണം. എല്ലാ മുറികളിലും വെക്കണോ? അതെ, എല്ലാ മുറികളിലും വെക്കണം. എന്നിട്ട് ഒച്ച ഉണ്ടാക്കാതെ നമ്മൾ മാറി നിൽക്കണം. അപ്പോൾ എലികൾ മണം പിടിച്ച് പമ്മി വരും. നല്ല പരിപാടി. എലികൾ വരട്ടെ, പമ്മി വന്ന് പലഹാരങ്ങൾ കാണും. പമ്മി വന്ന് പലഹാരങ്ങൾ തിന്നും. തിന്ന് 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 ചത്തു മലയ്ക്കും. അയ്യോ, ചതിക്കല്ലേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. അതെന്താ എലികൾ ചാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതല്ലെന്നേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് തീരെ ബുദ്ധിയില്ല. പലഹാരത്തിന് മണം അടിച്ചാൽ അവര് പമ്മി വന്നതെടുത്ത് തിന്നും. എലികൾക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാ. വിഷത്തിന്റെ മണമൊക്കെ അതിന് തിരിച്ചറിയാം, തൊട്ട് പോലും നോക്കില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യും?